ഹായ്, ഇറ്റ്സ് മീ ക്രിസ്റ്റി ആൻഡ് ദിസ് ഈസ് മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ കൊച്ചിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്ന് എനിക്കൊരു 8 hour ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം ആ 8 hour ഷിഫ്റ്റിന് ശേഷം അത്യാവശ്യം ഹെക്റ്റിക്കായൊരു ഷിഫ്റ്റ് തന്നെയായിരുന്നു ഇന്നത്തേതെന്ന് പറയുന്നത്. ആ ഒരു ഷിഫ്റ്റിന് ശേഷം എന്താണ് എൻ്റെ റുട്ടീൻ എന്താണ്, ആ ഷിഫ്റ്റിന് ശേഷം ഒരു ഈവനിങ് റുട്ടീനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതും ഞാനിവിടെ എയർപോർട്ടിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് സ്റ്റേ ചെയ്യുകയാണ്. അവിടെ ഒരു 8 hour ഷിഫ്റ്റിന് ശേഷം എന്താണ് എൻ്റെ റുട്ടീൻ എന്നുള്ളത് എനിക്കെന്തോ അധികം ഇഷ്ടമില്ലാത്തൊരു പരിപാടിയായിരുന്നു പാത്രം കഴുകുക എന്നുള്ളത്. കയ്യിലെന്തോ അധികം വെള്ളമാവുന്നതൊന്നും എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഏറെ സന്തോഷത്തോടെ സാറ്റിസ്ഫാക്ഷനോടെ കംപ്ലീറ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് പാത്രം കഴുകുന്നത്. കാരണം പാത്രമൊക്കെ കഴുകി അതൊക്കെ ക്ലീൻ ചെയ്ത് സിങ്കൊക്കെ കഴുകി ആ പാത്രമൊക്കെ അതിൻ്റെ സ്ഥാനത്ത് എടുത്ത് വെച്ച് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷവും സമാധാനമായിരിക്കും. അത് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടിയും ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇന്ന് ചോറുണ്ടാക്കുകയാണ്. രാവിലെ അധികം പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല, എന്തെങ്കിലും തട്ടിക്കൂട്ട് സാധനമൊക്കെ ഉണ്ടാക്കുന്നു. ഉച്ചയ്ക്ക് ഇതുപോലെ സമയങ്ങളിൽ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ചോറുണ്ടാക്കുന്നത്. ഇന്ന് എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ മീൻ മേടിച്ചായിരുന്നു. അങ്ങനെ മീനെന്ന് പറയുമ്പോൾ ഇന്ന് അയല മേടിച്ചത്. അയല മേടിച്ച് വറുത്ത് ചോറും അയലയും കൂടെ ഇന്ന് ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:45 6 മണി ആ ടൈം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിക്കണം, വിളക്ക് വെക്കണം, അതാണ് ഇനിയുള്ളത്. അത് കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് പഠിക്കാനൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാനുണ്ട്. അപ്പം പിന്നെ കുളിക്കാൻ പോകുന്നതിന് മുന്നേ നോർമലി ആണെങ്കിൽ ഞാൻ തലയിൽ എണ്ണ വയ്ക്കും. അപ്പം തലയിൽ എണ്ണ വെച്ച് തലേന്ന് മസാജ് ചെയ്യും. ആഴ്ചയിൽ 3-4 തവണയായിരുന്നു ഞാൻ തല കഴുകാറുള്ളത്. തല ഞാൻ എന്നും കഴുകാറില്ല, കാരണം അത്ര വെള്ളം തലയ്ക്ക് പിടിക്കാറില്ല, എനിക്കത് അങ്ങനെ തോന്നാറുണ്ട്. ആദ്യമാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഹെയർ ഫോൾ കുറച്ച് കുറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോഴും വീണ്ടും നല്ല രീതിക്ക് ഹെയർ ഫോൾ വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല. കാരണം അതേപോലെ ആണെങ്കിൽ ഡാൻഡ്രഫ് കുറച്ച് നാൾ മുന്നേ എനിക്ക് നല്ല ഡാൻഡ്രഫായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 week 2 weekനടുത്തായി ഡാൻഡ്രഫ് ഇല്ല. ഡാൻഡ്രഫിന് നല്ല കുറവുണ്ട്. ഡാൻഡ്രഫ് ഇനിയിപ്പം ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഡാൻഡ്രഫ് വരുമോയെന്നറിയില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ ഇതുവരെ നമുക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്ത നിമിഷം നമുക്ക് സംഭവിക്കാമല്ലോ. അതിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇനിയിപ്പം എന്താ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. ഇപ്പോൾ തലയൊന്ന് മസാജ് ചെയ്യണം. തല മസാജ് ചെയ്താൽ തല ഞാൻ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ച്, അപ്പോൾ അത് മുടിയൊന്ന് ബ്ലഡ് സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് മുടി കുറച്ച് സ്ട്രെങ്ത് വരണമല്ലോ. പണ്ടത്തെ എൻ്റെ മുടി കാണുവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ തലയിൽ മുടിയൊന്നും ഇല്ലെന്ന് പറയുന്നത്. കാരണം പണ്ട് എൻ്റെ തലയിൽ നല്ല രീതിക്ക് മുടി ഉണ്ടായിരുന്നു. മുടിയെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ തന്നെ പിടിച്ചാൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, മുടി ഒരു സൈഡ് മാത്രം. അത്രയ്ക്ക് മുടി എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അത് എന്ന് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയോ. അത്ര നാളും എൻ്റെ അമ്മയായിരുന്നു എൻ്റെ മുടിയും കാര്യങ്ങളൊക്കെ പരിപാലിച്ചിരുന്നത്. എന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, ഞാൻ ഡിഗ്രിക്ക് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ ഞാനാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ഹോസ്റ്റലിലോട്ട് മാറിയത്. എന്ന് മുതൽ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ മുടിയുടെ കാര്യത്തിൽ തീരുമാനമായത്. ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മുടിക്ക് വേണ്ടി ചെയ്യാറില്ലായിരുന്നു. മുടി ഞാനത് നോർമലി അത്ര മുടി ഉണ്ടായിരുന്നതുകൊണ്ടും അങ്ങനെ അത്ര നാൾ വന്നതുകൊണ്ടും ഞാൻ വിചാരിച്ചു ഇനിയും അങ്ങനെ ഉണ്ടായിക്കോളും എന്ന് കേട്ടിട്ട് ഞാനത് വെറുതെ അങ്ങ് വിട്ടപ്പോൾ എന്തായി, മുടി അതിന് വഴി മുടിയൊന്നും പോയി. ഇപ്പോൾ മുടിയെന്ന് പറയാനൊന്നുമില്ല. ആകെ എരിവാല് പോലെ കുറച്ച് നീണ്ട് കിടക്കുന്നതെന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോൾ തൊട്ടാണെങ്കിലും പിന്നെയും മുടി ഇങ്ങനെ കൊഴിയുന്നുണ്ടാവും. അപ്പോൾ മുടി മസാജ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ സാധനം കണ്ടോ, ഇത് വെച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ട് ഡ്യൂട്ടി ആയ സ്ഥിതിക്ക് മുടി നമ്മളറിയാമല്ലോ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ബൺ ചെയ്ത് വെക്കുക ചെയ്യുന്നതെന്ന്. അങ്ങനെ ബൺ ചെയ്ത് വെക്കുമ്പോൾ മുടിയൊക്കെ നല്ല ടൈറ്റായിട്ടായിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാവുന്നത്. അപ്പം അതെന്ന് പറയുമ്പോൾ ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ ഡ്യൂട്ടിയുടെ ഇടയിൽ അതങ്ങനെ വെക്കുകയെന്ന് പറയുമ്പോൾ തലയൊക്കെ നല്ല പെയിൻ ആയിരിക്കുമല്ലോ. അപ്പം ഇത് വെച്ച് മസാജ് ചെയ്യുക അല്ലെങ്കിൽ മുടി ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തല നല്ല റിലാക്സ് ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നാറുണ്ട്, തല നല്ല റിലാക്സ് ആവുന്ന പോലെ. ഞാൻ ഇത് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും. അത് പിന്നെ എനിക്കിത് നല്ല യൂസ് തോന്നുന്നത് എപ്പോഴാണെന്ന് അറിയും, തലയിൽ നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇത് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ആ തലയിലൂടെ ആ ചൊറിയും കൂടെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊരു ഇതായിരുന്നു. അപ്പം ഡാൻഡ്രഫ് ഇപ്പോൾ ഒന്നുമില്ല, നല്ല രീതിക്ക് കുറവുണ്ട്. മുടി നല്ല രീതിക്ക് ഇത് വെച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് മുടി ഞാൻ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിക്ക് കൊടുക്കുന്നു.
പണ്ടത്തെ പോലെ മുടി ഇനി വലുതായി വരുന്നൊന്നും എനിക്കറിയില്ല, ചാൻസ് ഒന്നുമില്ല ഇനി അങ്ങനെ വരാൻ. ഇതിപ്പോൾ ഞാൻ അതിന് കുറച്ച് നാൾ മുന്നേ ആണെങ്കിൽ മുടി മുറിക്കും കൂടിയില്ലായിരുന്നു. മുടി നീളം വെക്കണമെന്ന് വിചാരിച്ച് ഞാൻ മുടി മുറിക്കില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മുടിയുടെ ഇടയിൽ സ്പ്ലിറ്റിങ്സ് ഉണ്ടായിട്ട് ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒരു തവണ നോക്കി പിന്നെ മുടിയൊക്കെ ഇങ്ങനെ വാല് പോലെ ഇരിക്കും, ഇങ്ങനെ ചുരുണ്ട് കറ്റത്ത് മുടി ഇവിടെ ഇങ്ങനെ ഉണ്ട്, താഴോട്ട് വന്നപ്പോൾ ഇങ്ങനെ എലിവാല് പോലെ കിടക്കും. അങ്ങനെയപ്പോൾ എന്ത് ചെയ്തു, ഞാനൊരു ദിവസം ചെന്ന് ചേച്ചിയുടെ അടുത്ത് നിന്ന് മുടിയൊക്കെ കട്ട് ചെയ്തപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം മുടി കട്ട് ചെയ്ത് നീളം കുറഞ്ഞെങ്കിലും ഉള്ളത്രയും മുടി ഇങ്ങനെ നല്ല ഇതായിട്ട് നിൽക്കുമല്ലോ. ബൗൺസ് ചെയ്യാൻ നിന്നപ്പോൾ എനിക്ക് കുറേ മുടിയുള്ള പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മുടി എന്തോ എൻ്റെ കൂടെ നല്ല കുട്ടിയെ നിപ്പിട്ടു. കുറച്ച് ഹെയർ ഫോൾ ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും മുടി കാണിക്കുന്നില്ല. മുടിയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യാന്നൊക്കെ പറയുന്നത് തലയ്ക്ക് വളരെ റിലാക്സേഷൻ കിട്ടുന്നതും ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പോൾ ഞാൻ തലയെ മുടിയൊക്കെ ഇങ്ങനെ വലിച്ചു പിടിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വലിച്ചു കൊടുക്കുമ്പോൾ തല നല്ല റിലാക്സ് ആകുന്നതാണ് എനിക്ക് തോന്നാറുണ്ട്. കാരണം മുടി ടൈറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള ആ ഒരു പ്രശ്നം, തലവേദനയൊക്കെ കുറയാനിത് എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കിനി പഠിക്കാനൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ വിളക്കൊക്കെ വെച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനത്തെ പെന്നൊക്കെ മേടിക്കുന്നത്. എനിക്ക് കുറച്ച് ക്രേസ് കൂടുതലുള്ള സാധനങ്ങളാണ് ഇങ്ങനെയുള്ള പെന്ന് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാമല്ലോ ഇങ്ങനെയൊക്കെ പെന്ന് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മേടിച്ച് വെക്കുന്ന കേട്ടോ ഈ പെന്നൊക്കെ. നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതല്ലേ. അങ്ങനെ അപ്പോൾ രാത്രിയൊക്കെ ഫുഡ് കഴിക്കും. ഞാൻ പറഞ്ഞായിരുന്നു മീൻ വറുത്തുണ്ടായിരുന്നു എന്നുള്ളത്. മീൻ വറുത്തതും സോയാബീനും കൂടെ കൂട്ടി അങ്ങനെ രാത്രിയത്തെ ഫുഡും കഴിച്ച് സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാൻ. ബൈ ബൈ.